പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. വടക്കഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് ഐവയുടെ പാലത്തിൻ്റെ അടിയിൽ ഇന്ന് നമുക്ക് കാണപ്പെട്ടത്, ഇന്ന് ഒരുപാട് കുറുവ സംഘത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിരവധി ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന്, തമിഴ്നാടാണോ ഏത് നാടാണെന്നറിയില്ല, ഇവിടെ വന്ന് താവളമടിച്ച് ഭാര്യ ഭർത്താക്കന്മാർ മാറി നിന്നുകൊണ്ട് കൊച്ചു മക്കളെ കൊണ്ട് ടൗണിൽ പണം പിരിപ്പിച്ച് അവർ വൈകുന്നേര സമയങ്ങളിൽ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് രാത്രി ഉല്ലസിക്കുകയാണ് ഈ ടൗണിൻ്റെ ഈ ഹൃദയ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് അവര് നേരം വെളുത്ത് പോയി ആണുങ്ങൾ പല മേഖലകളിലേക്ക് പോവുക. അവര് വൈകുന്നേരം ആകുമ്പോൾ വേട്ടയാടി മൃഗങ്ങളെ കൊണ്ടുവന്ന് ഈ ടൗണിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് ഈ പാലത്തിനടി വെച്ച് വിളമ്പി തിന്ന് ഇവിടെ ഉല്ലസിക്കുകയാണ് നാട്ടുകാരെ. ഇവര് ഈ വരുന്ന കുഞ്ഞു കുട്ടിയുണ്ട ഇങ്ങനെ രാഗും പകലും അല്ലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. പറഞ്ഞ മനസ്സിലായോ? അല്ലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പിച്ചെടുത്ത് രാത്രി വരെ കിടന്ന് പണം പിരിവാണ്. പറഞ്ഞ മനസ്സിലായി? ഈ അധികൃതർ ഇത് കാണുന്നില്ലേ? ജനം കാണുന്നില്ലേ? ഇവരെ ഈ നാട്ടിലെ ജനങ്ങൾ ഇവരെ ലോകം മൊത്തം അറിയിക്കണം. ഇവർ ഇവിടം വിട്ടാൽ ഇനി അടുത്ത സ്ഥലത്ത് വന്ന് താവളമടിച്ച് രാത്രി എന്താണോ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ കുഞ്ഞും മക്കളും ഒക്കെ ആയിട്ട് കുടുംബത്തിൽ കിടക്കുന്നതാണ്. ഇവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഉല്ലസിക്കലാണ്. ഇവിടെ അവർ 500-ന്റെ 1000-ന്റെ നോട്ടുകൾ ATM-ൽ പോയി എടുത്തോണ്ട് വന്ന് വീശി വെള്ളം അടിച്ച് ഇവിടെ ഉല്ലസിച്ച് ജീവിക്കുകയാണ്. കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവര് മോഷണം വരെ നടക്കുകയാണ്. കടകളിൽ ഇടിച്ചു കയറി ചെന്ന് അവരെ പരിചയപ്പെട്ടുകൊണ്ട് അവരുടെ സാധനങ്ങൾ മൊത്തം എടുത്ത് അവർ കഴിക്കുകയാണ്. അത്ര ദുരിതം ഈ വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഈ പാലത്തിന്റെ അടിയിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രേക്ഷകരെ, ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കാതിരിക്കാൻ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇതിൽ ഞങ്ങൾ വീഡിയോസ് അയക്കുന്നുണ്ട്. പ്രേക്ഷകർ നോക്കുക, മനസ്സിലാക്കുക, ഇത് മാക്സിമം ലൈക്ക് ചെയ്യുക. ഇതുപോലെ ജനങ്ങൾ ഈ നാട്ടിൽ ടൗണുകളിൽ വന്നിട്ട് നമ്മളുടെ നാട്ടിൽ വന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇവര് ഈ താവളം ഇവിടെ അടിക്കുന്നത്? ഇതിപ്പോ ഒരു ദുരിതം നടന്ന പാലത്തിനടിയിൽ വണ്ടി കയറി ദുരിതം നടന്ന് ആലുവയില് ഒരു കുട്ടീനെ പീഡിപ്പിച്ചു. ഈ രാത്രി ഇതേപോലെ ഈ പെൺകുട്ടികൾ കുഞ്ഞു മക്കൾ ഈ നാട്ടിൽ നടന്ന ആരെങ്കിലും എടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നാട്ടിന് വരെ പേരുദോഷമുണ്ടാവും, നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വരെ ജോലിപ്പാടാവും. അതുണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം ജനങ്ങളെ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രേക്ഷകരെ, ആ വീഡിയോസ് കണ്ടല്ലോ. എന്താ കാരണമെന്ന് വെച്ചാൽ പുറം ലോകത്ത് നമ്മുടെ ജനം അറിയുന്നത് പിച്ച എടുത്തിട്ടല്ലേ അകത്തങ്ങൾ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. ആ പിച്ചക്കാരെ എന്തുകൊണ്ട് 5000-ന്റെ 500-ന്റെ നോട്ടുകൾ വെതറി ഇവിടെ ജീവിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും പിച്ച എടുത്തിട്ടാണ് നമ്മളെ ഭാരതത്തിനടി ഇവർ കഴിയുന്നതെന്നാ. തെറ്റാണ്. ആ ധാരണ നമുക്ക് തെറ്റാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ വന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും.
വളരെ സൂക്ഷിക്കണം. ഇത് ഡേഞ്ചറാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വന്ന് കിടക്കാനും ഇരിക്കാനും സൗകര്യങ്ങൾ കൊടുത്താൽ ഈ നാട്ടിൽ ഭയങ്കരമായ ദുരന്തങ്ങൾ ഇനിയും സംഭവിച്ചിടാനില്ല. അതുകൊണ്ട് പ്രേക്ഷകരെ മാക്സിമം ഇത് എല്ലാവർക്കും മേലധികാരികൾക്കും ഇത് ഷെയർ ചെയ്ത് ഇതിന് വേണ്ട ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രേക്ഷകരെ, നന്ദി, നമസ്കാരം.